കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ആത്മാക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന സുന്ദരമായ അരുണാചൽ പ്രദേശിൻ്റെ മണ്ണിലേക്ക് മീനുക്കുട്ടിയോടൊപ്പം എത്തിച്ചേർന്നത്. ഏതോ നമ്മളുടെ പ്രിയപ്പെട്ട ആത്മാവ് നമ്മളുടെ മുമ്പിൽ ദൈവദൂതന്മാരെ പോലെ കൊണ്ടെത്തിച്ചതാണോ എന്നറിയില്ല. അവിടെ വെച്ചാണ് ഞാൻ ജിജോ അച്ഛനെയും അതുപോലെ തന്നെ സിറീഖ് അച്ഛനെയും പരിചയപ്പെടുന്നത്. അവരെന്നെ അപ്പത്താനി ട്രൈബിൻ്റെ സ്വന്തം നാടായ സിറോയുടെ ഉൾഗ്രാമ കാഴ്ചകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇതാദ്യമായായിരുന്നു ഞാനും ഇതുപോലൊരു ട്രൈബിനെ പറ്റി കേട്ടറിയുന്നത്. അവിടുത്തെ സ്ത്രീകൾ പ്രായമായതിനു ശേഷം മുഖത്ത് നിറച്ചു പച്ച കുത്തി മൂക്കിൽ വലിയ രീതിയിലുള്ള കറുത്ത റിങ്ങുകൾ ധരിക്കുന്ന പ്രത്യേകതരമായ ആചാരമുണ്ടായിരുന്ന ഒരു ട്രൈബായിരുന്നു അവർ. അവരുടെ വീടിൻ്റെ കാഴ്ചകൾക്ക് ശേഷം വീണ്ടും സീറോയുടെ മറ്റു കാഴ്ചകളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. ഞാൻ എന്തായാലും ഇതാ മല ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം മഴയൊന്നും ഇല്ലാതെ നമുക്ക് ക്ലിയർ വെതർ കിട്ടിയാൽ മതിയായിരുന്നു. ഇങ്ങനെയായിരുന്നാൽ നമുക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റുമായിരുന്നു കേട്ടോ. സിറോ ടൗൺ പതുക്കെ ഉണർന്ന് വരുന്നേ ഉള്ളൂ. ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു ചായക്കട കിട്ടുമായിരുന്നെങ്കിൽ. എന്തായാലും ഉണ്ടല്ലോ, ചായ കിട്ടില്ല. ഇവിടെ ആരും അതിരാവിലെ ചായ കുടിക്കുന്ന സ്വഭാവം ഇല്ലയെന്ന് തോന്നുന്നു. എനിക്കും അങ്ങനൊരു സ്വഭാവം ഇല്ല. ഇന്നൊരു ദിവസം അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, പക്ഷെ നടന്നില്ല. ഒന്നാമത് നല്ല തണുപ്പാണ്, പിന്നെ ഇങ്ങനെ ആൾക്കാർ എണീക്കുക. എന്തായാലും നമുക്ക് വെറുതെ ഒരു ഉള്ളേരിയ കൂടി ഒന്ന് ജസ്റ്റ് ഈ ഒരു മോർണിംഗ് വൈബ് പിടിച്ചൊന്ന് റൈഡ് ചെയ്യാവേ. മേലെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, ഇതാണ് താഴെ നിന്നുള്ള നെൽപ്പാടത്തിൻ്റെ വ്യൂ. ഇവിടെ ഉണ്ടല്ലോ ഈ നട്ടേക്കുന്ന നെല്ലൊക്കെ ഉണ്ടല്ലോ, ഇവിടുത്തെ ഒരു സ്പെഷ്യൽ അപ്പത്താനി റൈസ് തന്നെയാണ് കേട്ടോ ഇതിന് പറയുന്നത്. അതായത് സ്റ്റാർച്ചിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള അരിയാണ് ഇതെന്നാണ് കേട്ടോ ഇവിടെയുള്ളവർ പറയുന്നത്. ഇവർ നെല്ലിൻ്റെ അതിരായിട്ട് ഇതാണ് ഞങ്ങൾ മില്ലറ്റ് കൂടി നട്ടിട്ടുണ്ട്. മില്ലറ്റ് കണ്ടപ്പോഴാണ് ഇവർക്കുണ്ടല്ലോ ഇവിടെ മില്ലറ്റ് കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം മദ്യമുണ്ടത്രേ. എന്താല്ലേ, ഒരു നാടിനെ മുഴുവനായിട്ട് അറിയണമെങ്കിൽ അവിടുത്തെ നാടൻ മദ്യം കൂടി ടേസ്റ്റ് ചെയ്യണമെന്നാണ് പണ്ട് മഹാമുനിമാർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അച്ഛന്മാർ കൂടെ ഉള്ളവരുടെ ഇതിങ്ങനെ പരസ്യമായിട്ട് ചോദിക്കുക. എന്തായാലും നമുക്ക് വില്ലേജ് വിസിറ്റ് ഇറങ്ങുന്ന സമയത്ത് അവിടെ നൈസായിട്ട് അന്വേഷിക്കാം കേട്ടോ. ഇത് ഇവരുടെ മതിലുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഫുള്ള് പൂക്കളൊക്കെ വെച്ച്, ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ, നല്ല വയലറ്റ് കളറുള്ള ചെമ്പരത്തിപ്പൂവൊക്കെ വെച്ച് നല്ല ഭംഗിയുള്ളതാണ്. ഇത് കുറേ കൂടി ടൗണിൻ്റെ ഭാഗമായതുകൊണ്ട് ഒരു പക്കാ വില്ലേജ് ഗ്രാമം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് ടൗണിനോട് ചേർന്ന് ഇവരുടെ സെറ്റിൽമെൻ്റ് ആണ്. എന്നാൽ അത് മാക്സിമം ഒരു ഭംഗിയാക്കി ഇടാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ, ബാമ്പൂവിൻ്റെ മതിലുകളൊക്കെ വെച്ചിട്ട്. ഇത് കുറച്ച് മോഡേണാണ്. മോഡേണിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഇവിടെ എത്തുമ്പോഴത്തേക്കും വിശാലമായിട്ടുള്ള നമ്മളുടെ നെൽപ്പാടം നമുക്ക് നല്ല വിശാലമായി തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഇവരുടെ കൃഷിക്കൊരു പ്രത്യേകതയുണ്ട്. ഇവർ കൃഷി ചെയ്യുമ്പോൾ അതായത് നെല്ല് മാത്രമല്ല അവർ കൃഷി ചെയ്യുന്നത്, ഈ നെൽപ്പാടത്തിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ പറ്റുവാണെങ്കിൽ ഇവർ കൃഷിക്കായിട്ട് ആളുകൾ ഇറങ്ങുന്ന സമയത്ത് നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. കാണുകയാണെങ്കിൽ മീനിൻ്റെ കൃഷി കൂടിയുണ്ട്. ഇവരെല്ലാവരും മീനൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ ആ ഒരു കാഷ്ടം ഇതൊക്കെ ഇല്ലോ, മീൻ വേസ്റ്റ്, അതൊക്കെ ഇവർക്ക് ഇതിൻ്റെ വളമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അതുകൂടാതെ ഒരു എക്സ്ട്രാ വരുമാന മാർഗ്ഗമാണ് കേട്ടോ. മീന്, നെല്ല്, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ, 2 അല്ല, ഇതിപ്പോൾ 3 പക്ഷിയായി. വളം കൂടി മീൻ കൊടുക്കുന്നുണ്ടല്ലോ. ട്രഡീഷണൽ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടുത്തെ ചേച്ചിമാർ എന്തോ ഒരു ഫങ്ഷൻ സംതിങ് എന്താന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇടിച്ച് കയറുന്നത് കേട്ടോ. ഗുഡ് മോർണിംഗ്. This is your traditional dress, yes, yes, oh nice, yes, nice. നമ്മൾ അവിടെ നിന്ന് ഇന്നലെ നെയ്യുന്ന കണ്ടില്ലായിരുന്നു ഒരു ചേച്ചി, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഇതുണ്ടല്ലോ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. നല്ല രാവിലെ നല്ല തണുപ്പത്ത് ഇതുപോലൊരു നല്ല ഒരു ഗ്രാമപ്രദേശത്ത് കൂടി നമ്മളുടെ ബൈക്കും എടുത്ത് ഒരു കാറ്റൊക്കെ കൊണ്ട്, ഇവിടെ ഈ ഒരു നെല്ലിനൊക്കെ ഒരു മണമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ശരിക്കും ആ മണമൊന്നും, പിന്നെ ഈ ഒരു കാറ്റിൻ്റെ തണുപ്പ് അതൊന്നും ഫീൽ ചെയ്യാൻ പറ്റില്ല. അതെല്ലാം ഫീൽ ചെയ്യണമെങ്കിൽ ശരിക്കും ഒരു ബൈക്കുമായിട്ട് നമ്മളിങ്ങനെ ഇറങ്ങണം കേട്ടോ. നമ്മളുടെ വീഡിയോ കണ്ട പല ആളുകളും ഇപ്പോൾ സ്വന്തമായിട്ട് യാത്രകളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. എനിക്കും എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളും എന്നെപ്പോലെ തന്നെ യാത്ര ചെയ്ത് തുടങ്ങുന്നത് കാണാനായിട്ടാണ് കേട്ടോ. എല്ലാവരും യാത്രകൾ ചെയ്തു തുടങ്ങും. ചെറിയ ചെറിയ യാത്രകൾ ആദ്യമേ പോകൂ, അതിന് ശേഷം നമുക്ക് വലിയ വലിയ യാത്രകളിലേക്ക് പോകാം. യാത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഉണ്ടല്ലോ, അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് അത് വളരെ വളരെ വലിയൊരു സാധനമാണ് കേട്ടോ. ഇവിടെ ഞങ്ങളുടെ പോകണ്ടേ, തള്ളിത്തള്ളി ഇവിടം വരെ എത്തി. ഇനിയിപ്പോൾ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ ദൈവം വരുമ്പോൾ നോക്കി വെക്കാൻ പറ്റുമല്ല. നല്ല വലിയ സൂര്യകാന്തി ഇതാ അതിര് വഴി ജസ്റ്റ് ഭംഗിക്ക് വേണ്ടി മാത്രം വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ്. എന്നാൽ ഇവർക്ക് സൂര്യകാന്തി കൃഷി കൂടി തുടങ്ങിക്കൂടെ അല്ലേ? ഇങ്ങനെ വേണ്ടാത്ത ഐഡിയ കൊടുക്കട്ടെ. ഇവിടുത്തെ പ്രായമായ അമ്മച്ചിമാരാണ്. പക്ഷെ നിങ്ങൾ
ഈ അമ്മച്ചിക്കാണ് ഞാൻ ഇന്നലെ കണ്ട അമ്മച്ചി പോലും. നമ്മൾ തിരിച്ച് ഇവരുടെ ഗ്രാമത്തിലേക്ക് വന്നു കയറുമ്പോഴല്ലോ ഇവിടെയുള്ള ആളുകൾ ഈ ഡോണിപ്പോളോ എന്ന് പറയുന്ന ആ ഒരു വിശ്വാസികളാണ്. ഡോണിപ്പോളോ അവരുടെ ആ ഒരു ഫ്ലാഗാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുകൂടാതെ ഉണ്ടല്ലോ ഇത് കണ്ടോ നിങ്ങൾ, ഇതിന് ഈ ഒരു സാധനമല്ല, ഇതിങ്ങനെ ഒരു തട്ട് പോലെയുള്ളതിന് ലെപ്പാങ് എന്നാണ് കേട്ടോ ഇവർ പറയുക. അതുപോലെ ഈ ഒരു കൊടിമരം കണ്ടോ നിങ്ങൾ, ഇങ്ങനെ ഒരു എല്ലാ വീടിൻ്റെയും മുമ്പിലായിട്ട് ഇങ്ങനെ ഒരു കൊടിമരം പോലെ കാണും. ബാബു എന്നാണ് കേട്ടോ ഈ ഒരു കൊടിമരത്തിന് പറയുന്നത്. ഓരോ ക്ലാനിനും ഓരോ ഇതാണ്, അതായത് ഇവരെല്ലാം അപ്പത്താനി ട്രൈബ് തന്നെയാണ്. അതിനുശേഷം ആ ട്രൈബിൽ തന്നെ പല കുടുംബങ്ങളും ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള. അപ്പം അവരുടെ ആളുകളുടെ എണ്ണം, എത്ര അഡൽട്ട്സ് എന്നൊക്കെ ഉള്ളത്, ഈ തൂങ്ങി കിടക്കുന്ന സാധനങ്ങളില്ല, ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് മനസ്സിലാവും. ഇത് കൊണ്ടുവരുന്നത് ഒരു പ്രത്യേക ഒരു ചടങ്ങാണ് കേട്ടോ. ഇത് 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സാധനം വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ എന്താ പറയുക നാട്ടുക. അതുകൂടാതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തട്ടുകളില്ലേ, ഈ തട്ടുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ കുടുംബക്കാരുടെയൊക്കെ ഒരു മീറ്റിങ്ങുകൾ കൂടാൻ. അതുകൂടാതെ ഈ ഉത്സവത്തിൻ്റെയൊക്കെ സമയത്ത് ഇവർ ഈ പറയുന്ന മിഥുൻ എന്ന് പറയുന്ന മൃഗമുണ്ട്, ഇവരുടെ മിഥുൻ എന്ന് പറയുന്ന മൃഗത്തിനെയൊക്കെ സാക്രിഫൈസ് ചെയ്യുന്നത്, കൊല്ലുന്നത് ഇതിൻ്റെ മേലെ നിന്നാണ് കേട്ടോ. ഭാഗ്യം, ഒടുവിൽ വഴി തെറ്റാതെ നമ്മൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ താമസിക്കുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ നിങ്ങൾ? അങ്ങ് ദൂരെയായിട്ട് അവിടെ ഒരു പച്ച ബിൽഡിങ് അത് കണ്ടോ, അവിടെയാണ് നമ്മളുടെ താമസം. ആക്ച്വലി ഞാൻ ഇന്നലെ ഇവിടെ എത്തിപ്പെട്ടത്, ഇവിടെ ഇന്നലത്തെ വീഡിയോ കാണാത്തവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ യാദൃശികമായിട്ട് വെറുതെ ഒരു മോമോ കഴിക്കാമെന്ന് വിചാരിച്ചൊരു ഹോട്ടലിൽ കയറിയതാണ്. ഒരു ചെറിയൊരു കട. അവിടെ കയറിയ സമയത്ത് ജിജോ അച്ഛൻ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ജിജോ അച്ഛൻ നമ്മളുടെ മീനുക്കുട്ടീനെ കണ്ട് കേരള രജിസ്ട്രേഷൻ വണ്ടി കണ്ടിട്ട് മലയാളിയാണോ എന്ന് ചോദിച്ച് അങ്ങനെ പരിചയപ്പെട്ട് കയറി വന്നതാണ്. ജിജോ അച്ഛൻ്റെ ഫ്രണ്ടാണ് ഇവിടെയുള്ള നമ്മുടെ സിറിയക്കച്ഛനും. അങ്ങനെയാണ് ഞാനിതാ എന്താ പറയുക ഇവിടെ എത്തിപ്പെട്ടത്. എന്ത് ചെയ്യും, എവിടെ പോകും എന്നൊക്കെ ചിന്തിച്ച് ഞാൻ ഇരിക്കുന്ന ആ ഒരു അവസരത്തിലായിരുന്നു എന്താ പറയുക ഭാഗ്യം പോലെ ഇവരെ എനിക്ക് കിട്ടിയത് കേട്ടോ. ഇവിടെ ഇവരുടെ പുതിയൊരു ഇതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രെയർ ഹാള് കൂടി, എന്താ പറയുക പ്രെയർ ഹൗസ് അങ്ങനെ എന്തോ ആണ് പറയുന്നത്, അതുകൂടിയാണ് കേട്ടോ. എന്തായാലും ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെയൊക്കെ നിർമ്മാണ രീതി അതേ ശൈലി തന്നെ പിന്തുടർന്നാണ് ഇവരുടെയും ഈ ഒരു വീട് ഇവിടെ പണിതിട്ടുള്ളത്. നമ്മുടെ അച്ഛൻ്റെ കാർ ഇവിടെ കിടത്തിട്ട് അച്ഛൻ കുർബാനയ്ക്ക് പോയി എന്ന് തോന്നുന്നു. ഉള്ളിൽ കുർബാന നടക്കുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ചാപ്പൽ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, ചാപ്പൽ കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ ഹോമിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു കാഴ്ചയുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു, ഡോണിപ്പോളോ എന്ന് പറയുന്ന ട്രൈബിൽപ്പെട്ട ആളുകളാണ്. അല്ല, അതൊരു വിശ്വാസമാണല്ലോ ഫാദർ, അതിനെപ്പറ്റി കൂടുതൽ ഫാദർ പറയും. ഞാൻ പറഞ്ഞത് കൊള്ളമാകും. ഡോണിപ്പോളോ എന്ന റിലീജിയനാണ് ഇവിടുത്തെ ലോക്കൽ എറണാകുളത്തിലെ റിലീജിയനാണ് ഇവിടുത്തെ. ഓക്കെ, അതൊരു ആനിമിസ്റ്റിക് റിലീജിയൻ എന്ന് പറയും. അത് ആനിമിസ്റ്റിക് എന്ന് വെച്ചാൽ സ്പിരിറ്റിനെ, എല്ലാത്തിലും സ്പിരിറ്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു മതവിഭാഗമാണ്. അത് മരത്തിലും അതുപോലെ തന്നെ കല്ലിലും നദിയിൽ അങ്ങനെ എല്ലാത്തിലും സ്പിരിറ്റ് ഉണ്ട്. പിന്നെ ഡോണിപ്പോളോ എന്ന വാക്കെന്ന് പറയുന്നത് സൂര്യ ചന്ദ്രന്മാരെ സൂചിപ്പിക്കുന്നതാണ്. ഡോണി എന്ന് പറഞ്ഞാൽ സൂര്യൻ, പോളോ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. സൂര്യനെയും ചന്ദ്രനെയുമാണ് ഇവർ മേജർ അവരുടെ ഡെയിറ്റീസ് അവർ ആരാധിക്കുന്നത്. അപ്പം ആ റിലീജിയനിൽപ്പെട്ടവരുടെ ഒരു ഖബർസ്ഥാൻ, അതായത് മരിച്ചവരെ അടക്കുന്ന ഒരു സ്ഥലമാണിത്. ഓക്കെ, ഇതാണ് സിമെട്രി. ഇവരുടെ ഈ കാണുന്ന ബാംബൂസിൻ്റെ ഒക്കെ അടിയിലാണ്, ഇതിന് ബാംബു ഓൾട്ടർ എന്നറിയപ്പെടുന്നത്. ഓ, അങ്ങനെയാണ് പറയുന്നത്. ബാംബു ഓൾട്ടർ എന്നറിയപ്പെടുന്നത്. ബാംബു ഓൾട്ടറിൻ്റെ അടിയിൽ ഓരോരുത്തരെ ഇവർ അടക്കുന്നുണ്ട്. അപ്പം അവരെ അടക്കാൻ നേരത്തെ ബാംബു ഓൾട്ടർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ സ്റ്റാറ്റസ്, ലൈഫ് എല്ലാം അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് എത്ര വയസ്സിലാണ് അവർ മരിച്ചത്, അവരുടെ മക്കൾ എത്ര പേരുണ്ട്, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ്, അതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നമ്പറുകൾ അതിലുണ്ട് ആ ഓരോ ബാംബുവിലുണ്ട്. അതിൻ്റെ മേലെയുള്ള മിഥുൻ്റെ തലയാണ്. അത് അന്ന് ഈ മരിക്കുന്ന ആ ദിവസം തന്നെ അവരൊരു മിഥുനെ സാക്രിഫൈസ് ചെയ്യും, പൂജ ചെയ്ത്. ആ സാക്രിഫൈസ് ചെയ്ത മിഥുൻ്റെ തലയാണ് അവരതിൻ്റെ മുകളിൽ അവർ വെച്ചിരിക്കുന്നത്, ബൈൻഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ദുയു ഖൊദ എന്ന് പറയുന്ന 2 ക്ലാനുകാർ, അവരുടെ ഒരു കോമൺ പബ്ലിക് ബറിയൽ സ്പേസ് ആണ് ഇവിടെ. അങ്ങനെ ഓരോ ക്ലാനിനും ഇങ്ങനെ സെപ്പറേറ്റ് ബറിയൽ സ്പേസസ് ഉണ്ട്. ഒരു സ്പേസ് ആണ് ഇത്. ഈ സിമെട്രിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ടല്ലോ, ഇതുണ്ട് നിങ്ങൾ, ഇതിവിടെ നമ്മുടെ നാട്ടിൽ ഈ സർപ്പക്കാവ് എന്നൊക്കെ പറയുന്നില്ല, അതേപോലെ ഒരു കൺസെപ്റ്റ് ഇവരുടെ ഒരു ക്ലാനിൻ്റെ ഇതിൽ അവർ സംരക്ഷിച്ച് നിർത്തുന്നത് അല്ലേ. അതുകൂടാതെ ഞാൻ ആ ഒരു ബബു നിങ്ങൾ കാണിച്ചു തന്നില്ലായിരുന്നോ? അപ്പോൾ ബബു എന്ന് പറയുന്ന ആ ഒരു മരം ഒറ്റ തടിയിൽ വന്നേക്കുന്ന ആ ഒരു ഇത് ഇവിടെ നിന്ന് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് അവർ കൊത്തി കൊണ്ടുവന്ന് വീടിന് മുമ്പിൽ ഇങ്ങനെ എന്താ പറയുക കുത്തി നിർത്തുന്നത്. ഇതാണ് നമ്മുടെ ഹൗസിൻ്റെ നീലഭാഗം. ഇതെല്ലാം പൈൻ വുഡ് അല്ലേ അച്ഛോ? അതിൻ്റെ ഒരു മണമുണ്ട് കേട്ടോ.
ചെറിയ മണം, വലിയ മണമൊന്നുമില്ല. ഓക്കെ. ഇവിടെ ഫോട്ടോ ഇത് ഇവിടെ ഉള്ള പറയാ. ഓക്കെ, ഇത് ആരെടുത്ത ഫോട്ടോസാ? ഇത് ഞാൻ എടുത്തതുണ്ട്, ഫ്രണ്ട്സ് ഇവിടുത്തെ യൂത്ത് പിള്ളേരെടുത്തേക്കുന്ന ഫോട്ടോസ് ഉണ്ട്. ഓക്കെ, മിക്സ് ആയിട്ട് ട്രൈബ്സിൻ്റെ കുറേ ഫോട്ടോസ്. ഈ അമ്മൂമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഈ അമ്മൂമ്മയാണല്ലോ നമ്മൾ കവർ ഫോട്ടോ കണ്ടത്. മരിച്ചുപോയി. ഓക്കെ. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഇവരുടെ ഒരു ട്രൈബിൻ്റെ പ്രീസ്റ്റ്. ആ ഒരു ഡ്രസ്സിങ് ഒക്കെ കണ്ടില്ലേ നിങ്ങൾ? സെൻട്രൽ ഹാള് കഴിഞ്ഞതാ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇരുന്ന് വായിക്കുകയൊക്കെ ചെയ്യാം, എഴുതാം ഒക്കെ ചെയ്യാൻ പറ്റുന്നു. നല്ല പുറത്തോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കിട്ടില്ല പോലത്തെ വ്യൂ. നമുക്കങ്ങനെയുണ്ടല്ലോ. ഇനിയിപ്പം ഭക്ഷണം കഴിക്കാം. ഇത് നമ്മളുടെ എന്താ പറയുക സിറോയിലുള്ള ഒരു കൊച്ചു കേരളമാണ്. ഇവിടെ നമുക്ക് ആദ്യം ജോബിയസിനെ പരിചയപ്പെടാം. അച്ചോ, നാട്ടിലെവിടെ ആയിരുന്നു? നാട്ടിലെ ഇടുക്കി രൂപതയിലെ രാജാക്കാട് പള്ളിയിലായിരുന്നു. ഓക്കെ. അവസാനം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 1 മാസമാകുന്നു. 1 മാസം ആവുന്നുള്ളൂ. എങ്ങനെയുണ്ട് നാടെല്ലാം? ഇവിടെ നാട്ടുകാര് ഇവിടെ ജീവിച്ചു തുടങ്ങിയുള്ളൂ. വളരെ നല്ലതാണ്. പഠിച്ചു വരുന്നേ ഉള്ളൂ. പഠിച്ചൊക്കെ വരുന്നുള്ളൂ. ഓക്കെ. നമുക്ക് ഇവിടെ മദറും സിസ്റ്റർമാരും ഒക്കെ ഉണ്ട്. ഹായ് മദർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, മദറിന്റെ പേരെങ്ങനായിരുന്നു? സിസ്റ്റർ റജി. ഓക്കെ. നാട്ടിൽ ഇടുക്കിയിലായിരുന്നു. ഇടുക്കി. ഇവിടെ ഇപ്പോൾ 4 വർഷത്തോളമായി അല്ലേ? 2 വർഷം. ഓക്കെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ? നല്ല മനുഷ്യർ. ഓക്കെ. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, നമ്മളുടെ കേരള ടൈപ്പ് ഫുഡ് കാര്യങ്ങളും കടലക്കറിയും ദോശയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഒക്കെ ഉണ്ടായിരുന്നു. ഇതാ നമ്മുടെ അടുത്ത സിസ്റ്റർ നാട്ടിൽ ഇടുക്കി. ഹായ്, ഞാൻ സുലിയ, ഇടുക്കിയിലാണ്. ഇപ്പോൾ ഇവിടെ വന്ന് 2 വർഷമായി. 2 വർഷമായി. ഓക്കെ. ഇവിടുത്തെ ഭാഷ പഠിച്ചോ? ഭാഷ അത്യാവശ്യം ഹിന്ദി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ കുറച്ചൊക്കെ കേട്ടറിയാം. ഇവിടുത്തെ അപ്പത്താനി ഭാഷയും ഹിന്ദി തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ? സാമ്യമൊന്നുമില്ല, എല്ലാം ഡിഫറെൻ്റ് ആണ്. ഓക്കെ. സിസ്റ്റർ നാട്ടിൽ ഇടുക്കി. എൻ്റെ പേര് സിസ്റ്റർ അനൂപ. ഓക്കെ. ഞാൻ വന്നിട്ട് ഇപ്പോൾ 5 മാസം ആവുന്നു. 5 മാസം ആവുന്നു. പിന്നെ വെള്ളത്തൂരിലായിരുന്നു ഇവിടെ വരുന്നതിന് മുമ്പ്. വെള്ളത്തൂരിലായിരുന്നു. കേരളത്തിന് പുറത്ത് ഇതാദ്യമാണോ? ഞാൻ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. ഓക്കെ. ഓക്കെ. സിസ്റ്റർ അപ്പോൾ ഹിന്ദിയൊക്കെ അറിയാമായിരുന്നോ? ഹിന്ദി അറിയത്തില്ല. അറിയത്തില്ല, പഠിച്ചു വരുന്നുള്ളൂ. ഫാദർ ഹിന്ദി പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ ഫാദർ? ഓക്കെ. പെട്ടെന്ന് തന്നെ പഠിക്കും കേട്ടോ. കേരളത്തിന് പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദി. എന്തായാലും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഞാനും ജോബി അച്ഛനും കൂടി ഒന്ന് കറങ്ങാനായിട്ട് പുറത്ത് ഇറങ്ങുകയാണ്. ബെന്നിസാറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇന്നലെ നമ്മൾ വരുമ്പോൾ കണ്ടില്ലായിരുന്നോ? അപ്പോൾ ഇന്ന് രാവിലെ ചെന്ന് കാണാമെന്ന് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച്. ബെന്നിസാർ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നതാണ്. എന്നാലും ഇപ്പോൾ ബെന്നിസാറിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കാഴ്ചകളായിട്ട് പോകാം. അപ്പോഴത്തേക്കും നമ്മളുടെ അച്ഛൻ ക്ലാസ് കഴിഞ്ഞിട്ട്, ഇപ്പോൾ ചെറിയക്കച്ഛൻ ക്ലാസ്സിൽ പോയിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് റിട്ടേൺ വരും. അപ്പോൾ വീണ്ടും നമ്മൾ അച്ഛൻ്റെ കൂടെയും കൂടി പോകുന്നത്. അങ്ങനെ എല്ലാവരുടെയും കൂടെയുള്ള യാത്രകളായിരിക്കും സിറയിൽ നമുക്ക് ഉണ്ടാവുക. അങ്ങനെ നമ്മളിതാ ബെന്നിസാറിൻ്റെ വീട്ടിലെത്തി. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പം അന്ന് വൈകുന്നേരം ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നോ? ഇതാണ് വീട്. ഗുഡ് മോർണിംഗ്. ഓക്കെ. ഇതാണ് ബെന്നിസാറേ. ഹലോ, സുഖമാണോ? ഓക്കെ. ബെന്നിസാർ എത്ര വർഷമായി നമ്മളുടെ ഈ സീറോയിൽ നിന്ന്? 18 years ഒക്കെ ആയി. ഓക്കെ. എങ്ങനെയുണ്ട് ഈ നാട്? നല്ല സ്ഥലമാണ്, ആളുകളും നല്ല ആൾക്കാരാണ്. ഓക്കെ. 2 പിള്ളേരാണുള്ളത്. ഓക്കെ. ആളുടെ പേരെങ്ങനെയാ? സ്റ്റീവ്. ഓക്കെ. സ്റ്റെഫി. എത്രാം ക്ലാസ്സിലാ? 4. സ്റ്റീവോ? 7 എത്തി. ഓക്കെ. ഇന്നത്തെ ദിവസം ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ പോകാതെ എന്നെ കാത്തു നിന്നാണ് കേട്ടോ. കൂടാതെ ദോശമാവൊക്കെ എടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, ദോശ ആക്കി തരാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഓൾറെഡി നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ രാവിലെ ദോശ അച്ഛന്മാർ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. അതിന് കുഴപ്പമില്ല, ഇനിയുണ്ടല്ലോ ദോശ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ കറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത് ഇവിടുത്തെ സ്റ്റൈലിൽ പണിത വീടാണോ? നമ്മളുടേതായ രീതിയിൽ. ഓക്കെ. നല്ല വുഡൻ്റെ ഇതൊക്കെ ചെയ്ത് നല്ല രസമുണ്ട് കേട്ടോ. വീട് പുറത്തുനിന്ന് കാണാനാണ് നല്ല ക്യൂട്ട് കുട്ടി വീട് അല്ലേ അച്ഛോ? നല്ല വീട്. ഇത് ഇവരുടെ വീടിൻ്റെ 2nd ഫ്ലോറിൻ്റെ ഭാഗമാണ്. ഇത് മൊത്തം മരത്തിലാണ് ചെയ്തേക്കുന്നത്. ഹായ്, നല്ല തണുപ്പ് വരില്ല? ഡിസംബറിലൊക്കെ നല്ല തണുപ്പുണ്ടാവില്ലേ? അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് പുറത്ത് നിൽക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ മഞ്ഞ് പെയ്യുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടോ ഇവിടെ? ഇല്ല, പോയിട്ടില്ല. ഓക്കെ.
ആണല്ലേ? ശരിക്കും ഉണ്ടല്ലോ, കുറേ വർഷങ്ങൾക്കൊക്കെ മുമ്പെല്ലാം ഇവിടെ നല്ല രീതിക്ക് മഞ്ഞ് പെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. പിന്നീട് മഞ്ഞ് വീഴ്ച ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് മേലെ മലഭാഗത്തേക്ക് മാറി. ഇവിടെ എന്നാലും മഞ്ഞ് വീഴ്ചയൊക്കെ കുറഞ്ഞു. പക്ഷെ നല്ല രീതിയിൽ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവും, മൈനസിലോട്ടൊക്കെ ടെമ്പറേച്ചർ വരും കേട്ടോ. അങ്ങനെയാണ് 0 എന്നുള്ളൊരു പേരൊക്കെ തന്നെ വന്നത് അല്ലേ? യെസ്, ഞങ്ങളെല്ലാവരും കൂടിയാണ് നമ്മൾ കാറിനാണ് പോകുന്നത്. ഈ വണ്ടിക്ക് എന്നോട് ആദ്യമേ ഒരു പേര് പറഞ്ഞായിരുന്നല്ലോ. എന്താ പേര് പറഞ്ഞാൽ ആദ്യം? നമ്മുടെ മീനുകുട്ടിക്ക് ഒരു പേരുണ്ടല്ലോ. നിങ്ങളുടെ വണ്ടിക്ക് പേരിടണം കേട്ടോ. കാറിന് അടുത്ത പ്രാവശ്യം വന്ന് ഞാൻ പേര് വയ്ക്കുമ്പോൾ പേര് വേണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളെല്ലാരും കൂടി ജസ്റ്റ് ഇവിടെ ഒന്ന് കറങ്ങാനായിട്ട് പോവാം. ഓ കേട്ടോ, വണ്ടിക്ക് ഒരു അടിപൊളി പേരിട്ട് അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ ഒരു പേര് കൊണ്ട് പോന്നാലോ എന്ന് ആലോചിച്ചാണ്. പിന്നെ ഇത് ബൈക്ക് റൈഡ് ആയിരിക്കും. ഞങ്ങള് ബൈക്ക് കൊണ്ട് വരാന്ന് ഓർത്തേ, പിന്നെ ഇവര് ഏതായാലും ഇന്ന് എല്ലാ പിള്ളേരൊക്കെ കൂടെ നമുക്ക് പോകാലോ എന്തായാലും. നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടുത്തെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, എല്ലാം ഇവിടെയുള്ള ആളുകളുടെ പ്രൈവറ്റ് ആണ്. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഫോറസ്റ്റ് ഒന്നുമല്ല, ഓരോ ക്ലാനിൻ്റെ കീഴിലായിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഈ അടുത്തായിട്ട് റീസെൻ്റായിട്ട് ഉണ്ടായ ഒരു ഡെവലപ്മെൻറ്റിലാണ്. അതായത് കർദോ എന്ന്, ഈ സ്ഥലത്തിൻ്റെ ഒരു കർദോ എന്നല്ലേ, കർദോ, അവിടെ ഒരു ശിവലിംഗം ഉണ്ടായിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കൂടുതൽ വിശേഷം എന്നുള്ളത് നമുക്ക് അവിടെ പോയി കണ്ടിട്ട് പറയാം. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണത് കേട്ടോ. നമ്മളങ്ങനെ മലയുടെ ടോപ്പിലെത്തി. നമുക്കിതാ ആ ഒരു ഭാഗത്തായിട്ട് കാണുന്നതാണ് കേട്ടോ, ശ്രീ സിദ്ധേശ്വരനാഥ് ടെമ്പിൾ എന്നാണ് ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത്. ഇതാണ് നമ്മളുടെ ശിവലിംഗം. ഇതുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ശിവലിംഗമാണ്. ആക്ച്വലി ഇതെങ്ങനെയാണ് ഇവിടെ കണ്ടുപിടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നേപ്പാളിൽ നിന്നുള്ള ജോലിക്കാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അവരിങ്ങനെ ഇവിടെ പണിയെടുക്കുന്ന സമയത്ത്, കുഴിക്കുന്ന സമയത്ത് ഇത് ആദ്യമേ ഇതിൻ്റെ ടോപ്പ് ഭാഗമാണ് വന്നത്. അതിനുശേഷം പിന്നീട് അവരത് കുഴിച്ച് താഴത്തേക്ക് വന്നപ്പോഴാണ് ഇത്രയും വലിയൊരു ശിവലിംഗത്തിൻ്റെ ഒരു ഇത് കിട്ടിയത്. ശരിക്കും ഒരു 2 നില കെട്ടിടത്തിൻ്റെ അത്രയും ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ശിവലിംഗത്തിന്. അതിൻ്റെ കൂടെ ഇത് ഉണ്ടെങ്കിൽ മാലയെല്ലാം തൂക്കിയിട്ടേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉണ്ടല്ലോ ഒരു ഐതിഹ്യമായിട്ട് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പുരാണങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ലോകത്തിൻ്റെ ഒരു ഭയങ്കര പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയത്ത് ഹിമാലയൻ സൈഡ് ഭാഗത്ത് ഒരു എന്താ പറയുക, ഒരു ശിവലിംഗം ഇങ്ങനെ ഉയർന്നു വരും എന്ന്, അങ്ങനെ വന്ന ഒരു ശിവലിംഗമാണ് ഇത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഇപ്പം ഇത് ശരിക്കും എന്താ പറയുക, നമ്മളുടെ പല കേന്ദ്രമന്ത്രിമാരും ഇല്ലേ, അവരൊക്കെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്. ഇത് കൊറോണയ്ക്ക് ശേഷമാണ് ഇത് ഇത്രയും രീതിയിൽ ഭയങ്കരമായ രീതിയിൽ പോപ്പുലറായി ഫേമസായി തുടങ്ങിയതെന്നാണ് നമ്മളോട് സാറ് പറഞ്ഞത്. എന്തായാലും അത്യാവശ്യം നോക്കി നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തിരിയും. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം വരുന്ന കാലങ്ങളിൽ വൺ ഓഫ് ദ ഈ ഒരു അരുണാചലിൽ തന്നെ വലിയൊരു തീർത്ഥാടന കേന്ദ്രം ആകാൻ പോകുന്ന ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് അങ്ങോട്ടേക്കും കാണാൻ പറ്റും വലിയൊരു സ്പോട്ട്. ഈ ടെമ്പിളിന് വേണ്ടിയിട്ടുള്ളൊരു സ്പോട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഉണ്ടല്ലോ, ഇനിയിപ്പോൾ അടുത്ത തവണ നമ്മൾ വരുമ്പം ഇത് ഈ ഒരു രീതിയിലായിരിക്കില്ല ഈ ഒരു സ്ഥലം ഉണ്ടാകാൻ പോകുന്നതെന്നുള്ളത് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഈ വിഷ്വൽസൊക്കെ ഒന്ന് നോക്കി വെച്ചോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ, അടുത്ത സ്ഥലത്തേക്ക് പോകല്ലോ വെച്ചോ. ഓൺ ദ വേയിലുണ്ടോ, ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടല്ലോ പല സ്കൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം മലയാളീസ് ആയിട്ടുള്ള ടീച്ചേഴ്സും ഒക്കെ ഉണ്ട്. മലയാളികളാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള സ്കൂളുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ കാണാനുണ്ടായിരുന്ന ഒരാളെ, ഒരു സാറിനെ ഞാനിത് വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. മത്തി സാർ. സാർ നാട്ടിലെവിടെയാ? നാട്ടിൽ കോട്ടയത്താണ്. ഇവിടെ ഇപ്പോൾ എത്ര വർഷമായി? ഇവിടെ ഒരു 6 വർഷം. 6 വർഷമായി. ഞാൻ കാണുന്ന എല്ലാവരോടും എത്ര വർഷമായി എന്ന് ചോദിക്കുന്നത്, കാരണം ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇപ്പോൾ അവരോട് കാര്യങ്ങൾ ചോദിക്കുവാൻ, ഇപ്പം നാട്ടിലാണെങ്കിൽ വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കാം. ഇവിടെ ആകുമ്പം കുടുംബമൊക്കെ നാട്ടിലല്ലേ? നാട്ടിലാണ്. അപ്പം ഇതൊക്കെയാണ് ചോദിക്കാനുള്ളത്. അതുകൊണ്ടാണ്. ഏതായാലും ഒരുപാട് സന്തോഷം കണ്ടതിൽ. പ്രതീക്ഷിച്ചായിരുന്നു ഇങ്ങനെ കാണാൻ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണലുണ്ട് കേട്ടാ. അങ്ങനെ സന്തോഷം കണ്ടതില്ല. ഏത് സ്കൂളിലാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്? ആണോ? നോക്കാം, പറ്റിയ ഞാൻ അങ്ങോട്ട്. വേറെ മലയാളി സാർമാരുണ്ടോ? ഒത്തിരി പേരുണ്ട്. ആയിക്കോട്ടെ. ഇതാണ് കേട്ടോ സ്കൂള്, ലൗഡെയിൽ എന്ന് പറഞ്ഞിട്ട്. ഇത് മലയാളി മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ തന്നെ നടക്കുന്നതാണ്. അതായത് ഇവിടെയൊക്കെ ഉണ്ടല്ലോ കേരളത്തിൽ നിന്ന് നടത്തുന്ന ആളുകൾ പഠിപ്പിക്കുന്ന സ്കൂൾ എന്ന് പറയുന്നത് അതിനൊരു വിലയാണല്ലേ, വാല്യാണല്ലേ? ആ ഓക്കെ. ഇതാണ് കേട്ടോ നമ്മുടെ സീറോയിലെ മിനി സെക്രട്ടേറിയറ്റ് വരുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ സീറോയുടെ ഹാർട്ട് എന്ന് പറയുന്നത്, സെൻട്രൽ പോയിന്റ്. അത് കഴിഞ്ഞിട്ട് സീറോ, ഓൾഡ് സീറോ, ന്യൂ സീറോ എന്ന് പറഞ്ഞ് ഈ ഒരു വാലിയിൽ ഇങ്ങനെ ചെതറി കിടക്കുകയാണ്. ഈ ഒരു ടൗണിന്റെ ലോക്കൽ പേരെന്ന് ഹപ്പോലി എന്ന്, അങ്ങനെ ഹപ്പോലി എന്നാണ് പറയുന്നത്.
നമ്മളുടെ ഈ ഒരു ഇടതുഭാഗത്തായിട്ട് കാണുന്നതാണ് കേട്ടോ ഈ ഒരു നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റൽ ഗവൺമെൻറ്റിൻ്റെ. ഈ ഒന്നേ ഉള്ളൂ അല്ലേ? നമ്മളടുത്തുണ്ടല്ലോ സീറോ, അതായത് ZIRO നമ്മൾ കണ്ട സീറോ, ഇത് സ്ഥലത്തിൻ്റെ പേര് സീറോ എന്നാണ്. SIIRO സീറോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇവരുടെ ഒരു ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കിയേക്കുന്ന മരം കൊണ്ട്, മരം അതുപോലെ തന്നെ വെച്ചുണ്ടാക്കിയേക്കുന്ന ഒരു റിസോർട്ട് ടൈപ്പ് ഇതുണ്ട്. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിട്ട് വന്നതാണ് ആ മരമൊക്കെ വെച്ചേക്കുന്നതൊക്കെ ഉള്ളത്. മരമൊക്കെ കണ്ടില്ല നിങ്ങൾ, അതേപോലെ കൊണ്ടുവന്ന് അങ്ങനെ തന്നെ തൂണായിട്ട് കുത്തി നിർത്തിയേക്കാണ് കേട്ടോ. അതിന് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ പടികളൊക്കെ കണ്ടില്ല നിങ്ങൾ, മരം അത് നേരെ നടുവേ അങ്ങ് പൊളിച്ചിട്ട് നമ്മുടെ പൈൻവുഡ് ഇല്ലേ, പൈൻവുഡ് തന്നെയാണ്, അതാണ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ ആളുകൾക്ക് വന്ന് താമസിക്കുകയൊക്കെ ചെയ്യാം, മുൻകൂട്ടി വിളിച്ച് ബുക്കൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ അടുത്തുണ്ടല്ലോ ഇവിടെ ഒരു ഇൻ്റഗ്രേറ്റഡ് അക്വാ പ്ലാന്റ്, അത് റീസെൻ്റ്ലി ഈ 30-ാം തീയതി കഴിഞ്ഞതാണ്. മോദിയാണ് ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു, ഇവരുടെ കൃഷി, അതായത് ഇവരുടെ നെൽപ്പാടത്തിൽ ഫിഷ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു സംതിങ് ഒരു മിക്സ് ചെയ്തുള്ള കൃഷിയാണ് ഇവർ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം അതിന് വേണ്ട മീനുകൾ, അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് വളർത്താൻ വരുന്ന മീനുകളുടെയൊക്കെ അതിൻ്റെ റിസർച്ചും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതും, പിന്നെ വരുന്ന ആളുകൾക്ക് കാണാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അക്വാ മ്യൂസിയം ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കാര്യം ഇവിടെ ഉണ്ടല്ലോ, മ്യൂസിയമൊക്കെ ഉണ്ടെങ്കിലും ഓപ്പൺ അല്ല കേട്ടോ, ക്ലോസ്ഡ് ആണ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, അതിന് മുമ്പ് ക്ലോസ്ഡായി. ഹായ് സൂപ്പർ. ശരിക്കും ഉണ്ടല്ലോ, സെൻട്രൽ ഗവൺമെൻറ് ഈ അരുണാചൽ പ്രദേശ് ഈ ഒരു ഭാഗത്തേക്ക്, എസ്പെഷ്യലി നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്കൊക്കെ ഒരുപാട് കേന്ദ്ര ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് വല്ലതും കിട്ടുന്നുണ്ടോ? ഇത് ഈ കണ്ടങ്ങൾ നിങ്ങളുടെ കറുപ്പ് കളറിൽ കാണുന്ന ഇതാണ് ഇവിടുത്തെ കണ്ടത്തിൽ വളർത്തുന്ന കാർപ്പ് ഫിഷില്ലേ, ആ ഒരു ടൈപ്പ് ഫിഷ് കണ്ടില്ല നിങ്ങൾ. ഇതൊരു ഏക്കർ കണക്കിന് ഏരിയയിലുള്ള ഒരു പ്രൊജക്റ്റാണ്. ഇത് കണ്ടോ നിങ്ങൾ, അവിടെ മീനൊക്കെ പുതിയതായിട്ട് വളർത്തിയെടുക്കാനൊക്കെ വേണ്ടിയുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മളിവിടുന്ന് പോവുകയാണ്. 1200 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് കേട്ടോ നിങ്ങളിപ്പം കണ്ടതേ. നൈസല്ലേ, കേന്ദ്ര പദ്ധതികൾ, കോടികൾ ഒഴുകട്ടെ. സീറോയുടെ പ്രധാനപ്പെട്ട ഇപ്പോൾ ആധുനിക ടൗൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. ആ ഒരു ഭാഗത്ത് കാണുന്നത് ഇവിടെ ഒരു സിനിമാ തിയേറ്ററും ഒരു ചെറിയൊരു വിശാൽ മാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു സീറോയിൽ ഇവിടുത്തെ ഒരു ഇൻ്റർനാഷണൽ മ്യൂസിക് ഫെസ്റ്റിവൽ ഭയങ്കര ഫേമസ് ആണെന്ന്. ആ ഒരു ഫെസ്റ്റ് നടക്കുന്നത് ഈ കാണുന്ന പാടത്താണ്. അതായത് ഈ ഒരു കാണുന്ന പാടത്തിൻ്റെ അങ്ങ് ആ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു മല പോലെ കാണാം. അവിടെ ഇപ്പം ഓൾറെഡി ഇപ്പം ഞാൻ നെക്സ്റ്റ് വരാൻ പോവുകയാണ് ഈ മാസം അവസാനമേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ചെറിയൊരു മല വരെ മുട്ടക്കുന്ന് പോലെയുള്ള ആ ഭാഗത്ത് ഓപ്പൺ പ്ലേസിൽ ഒരുപാട് ഇൻ്റർനാഷണൽ ബാൻഡുകളൊക്കെ വന്നിട്ട് ഇവിടെ മ്യൂസിക് നടത്തുവേ. ഇതാണ് നമ്മളുടെ ഇറ്റാനഗറിൽ നിന്ന് നമ്മുടെ സീറോനെ മുറിച്ച് കടന്നിട്ടുള്ള നമ്മുടെ മെയിൻ ഹൈവേ വരുന്നത്. പുതിയൊരാൾ കൂടി വന്നിട്ടുണ്ട്, ലിനി മേഡം. ഇതാണ് ലിനി മേഡം, അറബിക്കാരിയാണ്, നാട്ടുകാരി, നമ്മളൊരേ നാട്ടുകാരാണ് കേട്ടോ. മേഡം ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ? പഠിപ്പിക്കുന്നുണ്ട്, ഓക്കെ. അപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോകല്ലേ. നമ്മുടെ ബെന്നിസാറിൻ്റെ വൈഫാണ്. നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി ഇപ്പോൾ? 2006 അവസാനം. നിങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വന്നതാ? അതിന് മുമ്പ് ഞാനിവിടെ ഉണ്ട് 2 വർഷം മുമ്പ്. ഓക്കെ, അതിനുശേഷം കല്യാണം കഴിച്ച് ഇവിടെ വന്നതാണല്ലേ. ആദ്യമായിട്ട് വന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ഈ നാട്? ഭയങ്കര രസമാണ്. ഭയങ്കര ഭംഗിയായിരുന്നോ? നല്ല ഭംഗിയായിരുന്നു. ആ ഫുള്ള് ഇങ്ങനെ ഓപ്പൺ ആയിരുന്നു, കണ്ടം പാടമൊക്കെ ആയിരുന്നു. പേടിക്കും. അങ്ങനെയായിരുന്നു. ഇപ്പൊ മുഴുവൻ മാറി, ക്ലൈമറ്റും മാറി ഇവിടെ. എങ്ങനെയാ നമ്മളുണ്ടല്ലോ ആ ഒരു മ്യൂസിക് ഫെസ്റ്റ് നടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് തന്നെ വന്ന് ഇപ്പൊ കാണുന്ന ഒരു രൂപയേ അല്ല മ്യൂസിക് ഫെസ്റ്റിവലിന്റെ സമയത്ത് ഇവിടെ ഉണ്ടാവുക. മൊത്തം ടെൻറ്റിങ് ഭയങ്കര ഇതാണ് കേട്ടോ. ഫുള്ള് രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് ആളുകളൊക്കെ വന്ന് ഇവിടെ നിന്ന് ക്യാമ്പ് ചെയ്ത് താമസിച്ച് മ്യൂസിക് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുത്ത് ഭയങ്കര രസമാണ്. ഇതിന്റെ ഉള്ളിലാണ് ഗേറ്റ് ഉണ്ട്, അടച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അതുകൂടാതെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുണ്ടല്ലോ കാണുന്നത് കിവി ഗാർഡൻ ആണ്. നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു കിവി ഗാർഡൻ ഉള്ളിൽ കയറാം കേട്ടോ. അവിടെ ഇപ്പോൾ അവർ എൻട്രി കൊടുക്കുന്നില്ല, കാരണം ഞാൻ പറഞ്ഞില്ല വലിയ സംഭവമാണ് ഈ മ്യൂസിക് ഫെസ്റ്റിവൽ. അപ്പം എക്സ്ക്ലൂസിവിറ്റി പോകുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് അവർ ഇതിൻ്റെയൊക്കെ പണി, സ്റ്റേജിൻ്റെയൊക്കെ പണി നടക്കുന്നുണ്ട്. ഓപ്പൺ സ്റ്റേജാണ് കേട്ടോ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ, നേരെ വീണ്ടും ഇവിടെ കുറച്ചും കൂടി മുമ്പോട്ട് വന്നപ്പോഴത്തേക്കും ഇതുണ്ട്. ഇത് മുഴുവൻ ഒരു പൈൻ
കാടുകളാണ് കേട്ടോ. ശരിക്കും നമ്മൾ കയറി വരുന്നൊരു ഭാഗമൊക്കെ കാണുമ്പോൾ നമ്മളൊരു കാശ്മീരിലൊക്കെ വന്ന ആ ഒരു ഫീല് വരും. അത് കൂടാതെ ഇവിടെ ഉണ്ടല്ലോ, ഇവർക്ക് ഇവിടെ ട്രീ എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഈ ഓണമൊക്കെ ഇല്ല, അതുപോലെ ഇവരുടെ ട്രീ ഫെസ്റ്റിവൽ ഉണ്ട്. അപ്പോൾ ട്രീ ഫെസ്റ്റിവൽ നടക്കുന്ന ഗ്രൗണ്ട് ഇതൊക്കെ ഇവിടെയാണ്. അവിടെ ടെൻ്റൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. മ്യൂസിക്. ഓക്കെ ഓക്കെ. അവിടെ നിന്ന് നമ്മൾ നേരെ എത്തുന്നത് സീ ലേക്ക് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ലേക്കാണ്. ആ ഒരു ലേക്കിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ. ശരിക്കും പെട്ടെന്ന് തന്നെ ആ ഒരു എന്താ പറയുക, ഭൂപ്രകൃതിയൊക്കെ അങ്ങ് മാറി പൈൻമരമൊക്കെ ആയി നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണിത്. നമ്മൾ നേരെ തിരിച്ച് സാറിൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് നമ്മളൊരു ചായ എല്ലാം കുടിച്ച് അവരോട് ഇന്നത്തേക്ക് ബൈ പറഞ്ഞിട്ട് ഞാനും അച്ഛനും കൂടി വീണ്ടും ഇറങ്ങിയേക്കാണ്. ഹോങ് എന്ന് പറയുന്ന ഒരു വില്ലേജ് ഉണ്ട് ഇവിടെ. ഇപ്പം സൂര്യൻ പതുക്കെ അസ്തമിച്ച് തുടങ്ങുകയാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ഹോങ് വില്ലേജിലൊരു കാഴ്ചയുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു കാഴ്ച കാണാനായിട്ട് നമ്മളൊന്ന് പോവുകയാണ്. ഈ ഒരു ഭാഗമെല്ലാം ഹോങ് വില്ലേജാണ് വരുന്നത്. ഹോങ് വില്ലേജിൻ്റെ കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഒരു കാലത്ത് ഏഷ്യയിലെ 2ാമത്തെ ഏറ്റവും വലിയ ഗ്രാമങ്ങളിൽ ഒന്നായിരുന്നു ഈ പറയുന്ന ഹോങ് വില്ലേജ് കേട്ടോ. ഈവനിങ് ആയപ്പോഴത്തേക്കും ഇവരുടെ കൃഷിയുടെയൊക്കെ നോക്കി ഞങ്ങൾ നല്ല ഭംഗിയായി, നല്ല നീല ആകാശം, അതിൻ്റെ അകത്ത് മറ്റൊരു കളറിൽ മേഘം, തൊട്ട് താഴെ പച്ച കളറിൽ കുറച്ച് പാടം, അതിനിടയ്ക്ക് വേറെ സ്വർണ്ണ കളറിലൊക്കെ വേറെ എന്താ പറയുക, അതിൻ്റെ എന്താ അതിനെന്നാ ഇപ്പോൾ പറയത്, കതിര്. പിന്നെ അതിനിടയ്ക്ക് കൂടി ഇതാണ്ടോ സൈഡിൽ കൂടി പുകയെല്ലാം പോകുന്നത്. ഭയങ്കര ഒരു കാൽപ്പനികമായിട്ടുള്ളൊരു ഭംഗി ശരിക്കും ഉണ്ട് കേട്ടോ. ഇപ്പം ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഇവരുടെ ഹോങ്ങിൻ്റെ കൃഷിയിടം ഒന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ അങ്ങും മലയുടെ പുറകിലായിട്ട് നമ്മളുടെ സൂര്യൻ അസ്തമിച്ചു. ആ ഒരു മലയിലായിരുന്നു ഇന്ന് നമ്മൾ സൂര്യൻ ഉദിക്കുന്നത് കാണാൻ വേണ്ടി പോകാനിരുന്നത്. ഇവിടെയുള്ള ഈ ഒരു പൈൻ മരങ്ങൾ കണ്ടില്ലേ, ആ പൈൻ ഒരു ബ്ലൂയിഷ് ഷെയ്ഡുണ്ട്. ഇവിടുത്തെ ഈ പൈൻ മരങ്ങൾ ബ്ലൂ പൈൻ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. അല്ല അച്ഛാ, അച്ഛനാണ് എന്നോട് പറഞ്ഞത്. ഇതിൻ്റെ ഉത്തരവാദി അച്ഛൻ മാത്രമാണ്. കറക്റ്റാണല്ലേ? ഞാൻ പറഞ്ഞ കാഴ്ച ഇതാണ് കേട്ടോ, ഈ മലയുടെ മേലെ കൂടി കാണുന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് കയറി പോകാൻ പറ്റുമെന്ന് നോക്കാം. ഈ ഒരു പറമ്പിൻ്റെ ഈ ഒരു സൈഡിൽ കൂടി വേണം പോകാൻ വേണ്ടിയിട്ട്. ഇതെന്തെങ്കിലും കൃഷിയാണോ അച്ഛാ, അതോ തന്നെ വളർന്നു വന്നേക്കുന്ന മരങ്ങളാണോ? ഏത് തന്നെ മുളച്ച് വന്നേക്കുന്നത്? ശരിക്കും കൃഷി എന്താ ചെയ്തതുപോലെ ഉണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. നമ്മൾ കാടെല്ലാം കയറി കറങ്ങി തിരിഞ്ഞൊക്കെയാണ് കേട്ടോ പോകുന്നത്. അതിലൊന്ന് പോയി നോക്കിയാൽ പക്ഷെ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അപ്പം വേറെ വഴി പോവുകയാണ്. അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൂര്യൻ അസ്തമിച്ച് നമുക്ക് ലൈറ്റ് പോകുന്നതിന് മുമ്പ് അവിടെ എത്തണം. എങ്കിൽ മാത്രമേ നമ്മുടെ മിഷൻ സക്സസ് ആവത്തുള്ളൂ. ഹണ്ടിങ്, ട്രഷർ ഹണ്ടിങ്. ഏതായാലും ഇതുവഴി വന്ന സ്ഥിതിക്ക് ഈ ഒരു കാട്ടിൽ വളരുന്ന ഒരു പ്രത്യേകതരം പൂ അതും ഇവിടെ ഉണ്ട്. മണമില്ല. നമ്മൾ ഇനിയുണ്ടല്ലോ മതിൽ ചാടാൻ പോവാണ്. അച്ഛൻ വരുന്നില്ലേ? ഞാൻ കൈ തരാം. ഇല്ല, നമുക്ക് ഭാഷ അറിയത്തില്ലല്ലോ. അച്ഛനും കാര്യമായിട്ട് ഭാഷ അറിയത്തില്ല, അപ്പോൾ വിഷയമില്ല വേറെ. യെസ്, ഇതാണ് ഞാൻ കാണിക്കാൻ വേണ്ടി വന്നത്. നമ്മുടെ കിവി കണ്ടോ നിങ്ങൾ? തൂങ്ങി കിടക്കുന്ന ഇഷ്ടം പോലെയുള്ള കിവിത്തോട്ടമാണ് കേട്ടോ ഇത്. ഈ ഒരു സിറോ എന്ന് പറയുന്ന മേഖല ശരിക്കും കിവിയുടെ കൃഷിക്ക് വളരെ പ്രസിദ്ധമാണ്. ഇവിടുത്തെ കിവിയും അതുപോലെ തന്നെ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള കിവിയാണ്. ഇതായിട്ടുള്ള കുറേയും കൂടി വലിപ്പം വെക്കും. അയ്യോ, ഞാൻ ശ്വാസം വിടട്ടെ എന്നിട്ട് വലിപ്പം വെപ്പിക്കാം. ഇതിപ്പോൾ ശരിക്കും വളർന്നു വരുന്നേ ഉള്ളേ. അതായത് ഉണ്ടല്ലോ നമ്മുടെ മുന്തിരിക്കൊലകളൊക്കെ തൂങ്ങിക്കിടക്കില്ല, അതുപോലെ തന്നെ കിവി ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. കിവി ബേസിക്കലി നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ മുന്തിരി പോലെ തന്നെയുള്ള ഇതാണ് ഒരു വള്ളി, മൂത്ത വള്ളി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള ഒരു ചെടിയാണ് കേട്ടോ. അതിങ്ങനെ വളർത്തി മേലോട്ട് കയറ്റിയിട്ട് ഇതിവിടെ ഇങ്ങനെ കമ്പികൾ ഇങ്ങനെ പലതിലും തൂണ് പോലെ ഇങ്ങനെ നാട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുണ്ടല്ലോ നിങ്ങൾ കമ്പി ഇങ്ങനെ വലിച്ചു കെട്ടും കേട്ടോ. അതിൻ്റെ പൊക്കത്ത് മരത്തിൻ്റെ കൊമ്പുകൾ ഇങ്ങനെ ക്രോസിനിട്ടിട്ട് അതിലേക്ക് ഈ കിവിയുടെ വള്ളീനെ മേലോട്ടേക്ക് കയറ്റി വിടും. അത് കഴിയുമ്പോൾ ഈ പഴമാകുമ്പോൾ അതെല്ലാം കൂടി താഴോട്ടേക്ക് വളർന്നു തന്നോളൂ. ഇതിപ്പോൾ കേട്ടില്ല നിങ്ങൾ ഇവിടെ. അതുപോലെ തന്നെ ഈ ഒരു മല മുഴുവൻ ഞാൻ താഴെ നിന്ന് കാണിച്ച പോലെ തന്നെ ഈ ഒരു മല മുഴുവൻ വന്നിട്ട് കിവിയുടെ കൃഷിയിടമാണ് കേട്ടോ. അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് കയറി വന്നതാണെങ്കിലും നമുക്ക് കിവി നല്ല കിടിലം പോലത്തെ കാഴ്ച കിട്ടി.
ഇനിയുണ്ടല്ലോ ഇവിടെ നിന്ന് ഇറങ്ങലാണ് കോമഡിയെ. പക്ഷെ നമ്മൾ അതിൽ വലിയൊരു തമാശ ചെയ്തു. ഇതാ റോഡ് ഇത് ഇവിടെയാണ്. ഇവിടെ നിന്ന് ജസ്റ്റ് ഇതിലേ ഷോട്ട് അടിച്ച് കയറാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അതിലേ ചുറ്റിക്കറങ്ങി അതിലേ കറങ്ങി കാട്ടിക്കൂടിയൊക്കെ കയറിയിട്ടാണ് ഇവിടെ വന്നത്. എന്തായാലും അട്ടയുണ്ടല്ലോ അച്ഛാ, അച്ഛൻ്റെ കാലയിൽ ഒരു 3-4-5 അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഇപ്പോൾ പോയി അഴിച്ച് നോക്കണം. ഇതാണ് കേട്ടോ നമ്മുടെ ബ്ലൂ പൈൻ എന്ന് പറയുന്ന ട്രീ. ഇതിൻ്റെ ചെറിയ വിത്ത് വളർന്നു വന്നേക്കുന്ന സാധനം ഇതുണ്ടല്ലോ. ആ സാധനമാണ് അവിടെയെല്ലാം നല്ല രീതിക്ക് വളർന്നു വലുതായി വലിയ മരമാകും കേട്ടോ ബ്ലൂ പൈനെ. ഈ കിവിക്ക് നാട്ടിൽ എത്ര രൂപ കിലോയ്ക്ക് ഉണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാമോ? എന്നാലും നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നതല്ലേ, ആ കാഴ്ചയ്ക്ക് ഓർത്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അടുത്ത നമ്മളുണ്ടല്ലോ ഒരു ഹണ്ടിങ് കാണിച്ചു തരാം. നമ്മുടെ കിളീനെ വെടിവെക്കുന്നതാണ്. മരോ ഇവിടെ എല്ലാം കുറേ കിളികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുങ്ങളെ ഈ വൈകുന്നേര സമയത്ത് നിങ്ങൾ തിന്നാനായിട്ട് താട്ടിറങ്ങാം. അപ്പോൾ വെടിവെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഈ ചേട്ടനെ. ഇരട്ടത്ത് വരെ വെടിവെക്കും. വജ്ജാതി കാഴ്ചയാന്ന് തോന്നല്ലോ. അച്ഛൻ്റെ മാത്രമൊന്നുമല്ല കേട്ടോ, എൻ്റെ മേത്രം മറ്റേത് അട്ട കയറിയേ. എൻ്റെ വേണ്ട, കാണിക്കാൻ പറ്റാത്ത സ്ഥലത്താണ്, കാണിക്കാൻ പറ്റത്തില്ല. അട്ട കടിച്ചു. അയ്യോ, ഇത് ആദ്യമേ ചെറുതല്ല, അത് കഴിഞ്ഞ് പിന്നെയല്ലേ വലുതാന്നേ. എന്നാലും 1 ഇഞ്ചിന് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ അയ്യോ, എനിക്ക് പുറത്ത് പറയാൻ പറ്റുമോ ആളോട് അട്ട കടിച്ചെന്നുള്ളത്? ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതാ തിരിച്ച് നമ്മുടെ റൂമിലെത്തി, ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പം ഇന്നത്തെ യാത്ര ഇതാ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ അപ്പത്താനി എന്ന് പറയുന്ന ഈ സീറോ മേഖലയിലുള്ള ട്രൈബിൻ്റെ കാഴ്ചകളും പിന്നെ ഈ സീറോയുടെ ചെറിയ കാഴ്ചകളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്ത്. ഇനിയും ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണിക്കാനായിട്ടുണ്ട്. അത് കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ ഈ അപ്പത്താനി ട്രൈബ് കൂടാതെ അറൗണ്ട് 76ഓളം ട്രൈബുകളുള്ള ഏരിയയാണ് ഈ അരുണാചൽ എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ഇനിയും ഇവിടുത്തെ അരുണാചലത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രബല വിഭാഗം എന്ന് പറയുന്ന വേറൊരു ട്രൈബുണ്ട്. എൻ്റർലി ഡിഫറെൻ്റ് ആണ് അവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ. അത് കുറേം കൂടി മലകളൊക്കെ കയറി നമ്മൾ വീണ്ടും ഇൻറ്റീരിയറിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ നമുക്ക് പോകണം. കറക്റ്റ് എല്ലാം എന്താ പറയുക, ഇതുവരെയും ആളുകൾ ചെന്നെത്തിപ്പെടാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടം വരെ തപ്പിപ്പിടിച്ച് നമുക്ക് കയറി പോകണം. അപ്പോൾ ആ ഒരു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇതുപോലുള്ള യാത്രാ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്നിട്ട് ഇന്നത്തെ ഇത് വിട പറയുക. കൂടെ തന്നെ ഉണ്ടാവും എല്ലാവരും. അപ്പോൾ അടുത്ത കാഴ്ചകളുമായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ ആണ്. സ്നേഹം മാത്രം കേട്ടോ.